DCB മീഡിയയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയാണ് മാസം 1600 രൂപ വീതം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ സാമ്പത്തിക സഹായത്തോടെ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും. ഇടയ്ക്ക് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കുടിശ്ശിക പെൻഷനുകൾ തീർത്ത് ഓരോ മാസത്തെയും പെൻഷൻ അതത് മാസാവസാനം തന്നെ വിതരണം ചെയ്യുവാൻ ശ്രമിക്കുകയാണ് സർക്കാർ. ഇതിൻ്റെ ഭാഗമായി ഈസ്റ്റർ, റംസാൻ, വിഷുവിനോടനുബന്ധിച്ച് 3 മാസത്തെ കുടിശ്ശിക പെൻഷൻ സർക്കാർ വിതരണം നടത്തിയിരുന്നു. ഇനി ഡിസംബർ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള 4 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായുള്ളത്. ഏപ്രിൽ മാസം അവസാനത്തോടെ വീണ്ടും 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി വിതരണം നടത്തുവാൻ പോകുന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോഴെത്തുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിന് ഇന്ധന മദ്യ സെസ്സുകളൊക്കെ പിരിക്കുന്നുണ്ടെങ്കിലും കടമെടുത്താണ് മിക്കപ്പോഴും ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തുന്നത് എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. വിവിധ സെസ്സുകളിലൂടെ വർഷം ലഭിക്കുന്ന 700 കോടി ഒരു മാസത്തെ ക്ഷേമ പെൻഷന് പോലും തികയില്ല. അതിനാലാണ് കടമെടുപ്പിലൂടെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് സർക്കാർ മുതിരുന്നത്. ഏപ്രിൽ മാസത്തിൽ 2 തരത്തിലൂടെയാണ് സർക്കാർ കടമെടുപ്പിന് ഒരുങ്ങുന്നത്. റിസർവ് ബാങ്ക് വഴിയും സഹകരണ ബാങ്ക് കൺസോർഷ്യം വഴിയുമാണ് കടമെടുക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്ന് 3000 കോടി കടമെടുക്കുവാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുൻകൂറായി അനുമതി നൽകിയിട്ടുണ്ട്. കേരളത്തിന് ഈ സാമ്പത്തിക വർഷം 37,512 കോടി രൂപ കടമെടുക്കുവാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഓരോ 3 മാസത്തേക്കും കടമെടുക്കാവുന്ന തുകയ്ക്കും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വേണം. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലെ കടമെടുപ്പ് പരിധി തുക കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാത്തതിനെ തുടർന്ന് കേരളം 5000 കോടി രൂപയുടെ ഇടക്കാല കടമെടുപ്പിന് അനുമതി തേടുകയായിരുന്നു. അതിലാണ് 3000 കോടി കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. 5000 കോടിയും അനുവദിക്കുകയാണെങ്കിൽ അതിൽ നിന്നും 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 1500 കോടിയും ബാക്കി ശമ്പളം, പെൻഷൻ, മറ്റ് സർക്കാർ ചിലവുകൾക്കും എടുക്കുവാനായിരുന്നു ധനവകുപ്പിൻ്റെ പദ്ധതി. എന്നാൽ കേന്ദ്രം 3000 കോടി മാത്രം അനുവദിച്ചതിനാൽ സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും എടുക്കുന്ന 2000 കോടിയുടെ വായ്പയിൽ നിന്ന് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാനാണ് പുതിയ തീരുമാനം. ഇതിനായി പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും കൺസോർഷ്യം രൂപീകരിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കിനെ കൺസോർഷ്യത്തിൻ്റെ ഫണ്ട് മാനേജർ ആക്കുകയും വായ്പയ്ക്ക് 9.1% പലിശ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ കമ്പനിയായ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്കായിരിക്കും സഹകരണ ബാങ്ക് കൺസോർഷ്യം വായ്പ അനുവദിക്കുക. 2000 കോടി വായ്പ ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനാണ് ധനവകുപ്പ് ആലോചിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും വിതരണം ചെയ്യുവാനുള്ള ഡിസംബർ, ജനുവരി മാസങ്ങളിലെ കുടിശ്ശിക പെൻഷനായിരിക്കും വിതരണം ചെയ്യുക. അല്ലെങ്കിൽ ഡിസംബറിലെ കുടിശ്ശിക പെൻഷനും ഏപ്രിൽ മാസത്തെ പെൻഷനുമായും വിതരണം നടന്നേക്കാം. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നതാണ്. സംസ്ഥാനത്ത് ഇനി ക്ഷേമ പെൻഷൻ വിതരണം വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ 26 ശേഷമായിരിക്കും. കേന്ദ്രം കടമെടുക്കുവാൻ അനുവാദം നൽകിയ 3000 കോടിയിൽ 2000 കോടി രൂപ 29-ന് സർക്കാർ എടുക്കുന്നുണ്ട്. ഈയൊരു സമയത്ത് തന്നെ സഹകരണ ലോൺ കൂടി ലഭിക്കുകയാണെങ്കിൽ ഏപ്രിൽ 30-നോടടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും. വോട്ടെടുപ്പ് കഴിയുന്നതുവരെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ സർക്കാർ ഭാഗത്തു നിന്നും വരില്ലെന്നാണ് പെൻഷൻ വിതരണ കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച വിവരം. തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാലാണത്. അതേസമയം വിഷുവിന് 3200 രൂപ വിതരണം ചെയ്തപ്പോൾ കേന്ദ്രവിഹിതമായി 400 മുതൽ 1000 രൂപ വരെ ലഭിക്കേണ്ടവർക്ക് സംസ്ഥാനം മുൻകൂറായി ആ തുക നൽകിയിട്ടും ഇന്നലെ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല. സാങ്കേതിക തടസ്സങ്ങളാണ് കാരണമെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിഹരിച്ച് തുക വിതരണം ഉണ്ടാകുമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുപോലെ ചില ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനും വിഷു കഴിഞ്ഞിട്ടും പലർക്കും ലഭിച്ചിട്ടില്ല. എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പോലുള്ളവ ഇതിൽ പെടില്ല. 16 ക്ഷേമനിധി ബോർഡുകൾ സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ചാണ് 1600 വീതമുള്ള പെൻഷൻ നൽകുന്നത്. എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പോലുള്ളവയ്ക്ക് സർക്കാർ ഫണ്ടില്ല. ഇത്തരം ക്ഷേമനിധികൾ സ്വന്തം ഫണ്ട് കണ്ടെത്തിയാണ് പെൻഷൻ നൽകുന്നത്. ഉദ്ദേശിച്ച രീതിയിൽ കെട്ടിട നിർമ്മാണ സെസ് പിരിഞ്ഞു കിട്ടാത്തതിനെ തുടർന്ന് 13 മാസക്കാലമായി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശികയാണ്. കഴിഞ്ഞ 1-2 മാസമായി കെട്ടിട നിർമ്മാണ സെസ് പിരിവ് ഊർജിതമാക്കിയെങ്കിലും നിർമ്മാണ തൊഴിലാളി കുടിശ്ശിക പെൻഷൻ വിതരണമായിട്ടില്ല. വരും ദിവസങ്ങളിലെ പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഉപയോഗിക്കുക.